സ്തോത്രം. ദലീലമാർ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. സ്നേഹത്തിന്റെ ഭാഷയുമായി, സൗഹൃദത്തിന്റെ ഭാഷയുമായി വന്നു ചേരുമ്പോൾ അത് നമ്മിലുള്ള കൃപ നഷ്ടപ്പെടുത്താനാണെന്ന് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ, സ്തോത്രം. വലിയൊരു അണക്കെട്ട്, കെട്ടിക്കിടക്കുന്ന വെള്ളമുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു ചെറിയ വിള്ളൽ മതി അതിന് കീഴെയുള്ള സകല ദേശത്തെ ഇല്ലാതാക്കാം. നമ്മുടെ കേരളത്തിന് വലിയ ആശങ്കയാണ്. മുല്ലപ്പെരിയാർ പൊട്ടുവോ ഇല്ലയോ എന്നുള്ള ആശങ്കയില്ല കേരളം നിൽക്കുന്നത്, അല്ലേ? കാരണം പൊട്ടിയാൽ ആളുകൾ പറയുന്നത് ഏകദേശം ഒരു 3-4 ജില്ല പിന്നെ ഇല്ലാതാകുമെന്നാണ്. സ്തോത്രം. 3-4 ജില്ല. നിങ്ങൾ വിചാരിക്കുന്ന ചെറിയ കാര്യമാണോ? ഒരു വലിയ അണക്കെട്ട് പൊട്ടിയാൽ സ്തോത്രം ഇത്രയും ജില്ലകൾ ഇല്ലാതായി പോകുന്നത് പോലെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ നമ്മുടെ ജീവിതത്തെ മുഴുവനും ഇല്ലാതാക്കി കളയും എന്ന് മനസ്സിലാക്കണം. അപ്പോൾ തന്നെ ഇങ്ങനെ സ്തോത്രം ജീവിതത്തിന്റെ പ്രതിസന്ധികളില് ഹൃദയത്തെ സൂക്ഷിച്ച ചിലരെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ദാനിയേൽ എന്ന മനുഷ്യനെ കുറിച്ച് നാം വായിക്കുന്നത്, ഹല്ലേലൂയ, ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുന്നു. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടു അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടു തന്നെത്താൻ അശുദ്ധമാക്കയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. കണ്ടോ, സ്തോത്രം. അവൻ ഹൃദയത്തിൽ ആദ്യം വിജയിച്ചു. അവൻ ഹൃദയത്തിൽ നിശ്ചയിച്ച് തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ദാനിയേൽ ഹൃദയത്തിൽ തീരുമാനിച്ചു, ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കിയില്ല. എനിക്ക് വേണ്ടാത്തൊരു കൂട്ടുകെട്ടിലും ഞാൻ പോയി ബന്ധപ്പെടുകയില്ല. എനിക്ക് യോജിക്കാത്ത ഒരു സൗഹൃദവും ഞാൻ നിലനിർത്തുകയില്ല. എന്റെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു വഴികളിലേക്കും ഞാൻ പോകത്തില്ലെന്ന് അവൻ തീരുമാനമെടുത്തപ്പോൾ ദൈവം അവനെ ആദരിച്ചു. അന്യദേശത്താണ് അവനായിരിക്കുന്നത്, ദൈവദേശത്തല്ല. ബാബിലോണിലാണ് അടിമയായി പിടിച്ചുകൊണ്ടുപോയവനാണ്. പക്ഷെ ഹൃദയത്തിൽ നിശ്ചയിച്ചവനെ ദൈവം ആദരിച്ചു. ആ രാജ്യത്തിന്റെ മഹാരാജാവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്തേക്ക് ദൈവം അവനെ ഉയർത്തിക്കൊണ്ടു വന്നതുപോലെ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നമ്മുടെ ജീവിതം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ സൂക്ഷിപ്പാൻ തയ്യാറാകുമെങ്കിൽ ദൈവം നമ്മളെ ആദരിക്കുന്ന ദൈവമാണ്. യോസഫിനെ കുറിച്ച് എന്താ വായിക്കുന്നത്? സ്തോത്രം. യോസഫിനെ കുറിച്ച് വായിക്കുന്നത്, യോസഫിനോട് പോത്തിഫറിന്റെ ഭാര്യ മോശമായ രീതിയിൽ പെരുമാറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, സ്തോത്രം, ഇത്ര അനുകൂലമായി പാപം ചെയ്യാൻ കിട്ടിയ ഒരു അവസരം ഏതാ ഉള്ളേ? സ്തോത്രം. ഇത്ര അനുകൂലമായി പാപം ചെയ്യാൻ കിട്ടിയ ഒരു അവസരം യജമാനത്തി തന്നെയല്ലേ. അവന്റെ പെരുമാറ്റം കൊണ്ട് അവൻ ദോഷം ചെയ്തു എന്നല്ലല്ലോ, അവിടുത്തെ യജമാനത്തി അവനോട് മോശമായി പെരുമാറി വന്നപ്പോൾ യോസഫ് എടുത്ത തീരുമാനം എന്താ? യോസഫ് പറയുന്നത് ഉൽപ്പത്തി 39:9 ഈ വീട്ടിൽ എന്നെക്കാൾ വലിയവനില്ല, നീ അവന്റെ ഭാര്യയാകയാൽ നിന്നെ അല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അവൻ ആദ്യം അവന്റെ ഹൃദയത്തിൽ നിശ്ചയിച്ചായിരുന്നു, ഞാൻ എന്റെ ദൈവത്തോട് പാപം ചെയ്യില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. മറിയയെ കുറിച്ച് പുതിയ നിയമത്തിൽ നിന്ന് മറിയയെ കുറിച്ച് വായിക്കുമ്പോൾ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 19 വായിക്കുന്നത്, മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. ഏത് വാർത്ത? യേശുവിനെ കുറിച്ചുള്ള വാർത്ത. സ്തോത്രം. എപ്പോ തൊട്ടുള്ളതാ? ദൂതൻ പറഞ്ഞ കാലം തൊട്ടേ അവൾ ഹൃദയത്തിൽ അത് സൂക്ഷിച്ചു. ശിമിയോൻ പിന്നീട് യേശുവിനെ എടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്, സ്തോത്രം, അല്ലെങ്കിൽ ഒക്കെ അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു എന്നാണ് നാം എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഹൃദയം സൂക്ഷിക്കണം, ഹൃദയം സൂക്ഷിക്കണം. അത് ചെറുപ്പക്കാർ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ഹൃദയമാണ് പിശാചിന്റെ ലക്ഷ്യം. നമ്മുടെ ഹൃദയം, സ്തോത്രം, സൂക്ഷിക്കുക. രണ്ടാമത് വായിക്കുന്നത് ഇങ്ങനെയാണ്, കോട്ട കാത്തുകൊള്ളുക,